നമസ്കാരം. പ്രധാന വാർത്തകൾ. അഗളി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ കാലുമാറ്റം. അംഗം മഞ്ജു ഒപ്പിട്ട വിപ്പ് പുറത്തുവിട്ട് കോൺഗ്രസ്. തനിക്ക് വിപ്പ് നൽകിയില്ലെന്നും തന്നോട് നേതാക്കൾ ഇക്കാര്യം പറഞ്ഞിട്ടില്ലെന്നും CPM-ലേക്ക് കൂറുമാറിയ മഞ്ജു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഗ്രാമങ്ങളിൽ പേനായ ഭീഷണി. ആളുകളെ ആക്രമിക്കുന്നതായി നാട്ടുകാർ. അധികൃതരുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. ആനമങ്ങാട് എടത്തറ പൊതുജന വായനശാലയുടെ 2ാമത് പ്രഭാ പുരസ്കാരം സിനിമാ സംവിധായകൻ ലാൽ ജോസിന്. ഒറ്റപ്പാലത്ത് മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവും പിഴയും. ജാർഖണ്ഡ് സ്വദേശി അരവിന്ദ് കോർക്കേട്ടിനാണ് ശിക്ഷ വിധിച്ചത്. കുലുക്കല്ലൂർ വണ്ടന്തറയിൽ വൻ കഞ്ചാവ് വേട്ട. മണ്ണേങ്കോട് സ്വദേശികളായ 2 യുവാക്കൾ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 20 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. വാർത്തകൾ വിശദമായി. അഗളി പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗത്തിന്റെ കാലുമാറ്റം കോൺഗ്രസിന് തിരിച്ചടിയായി. 20ാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് അംഗം NK മഞ്ജു ബിനുവാണ് ഇടതുമുന്നണി പിന്തുണയോടെ പ്രസിഡന്റായത്. തനിക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നില്ലെന്ന് മഞ്ജു. എല്ലാ അംഗങ്ങൾക്കും വിപ്പ് നൽകിയിരുന്നതായി അട്ടപ്പാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രതികരിച്ചു. UDF-ന് ഭൂരിപക്ഷം ലഭിച്ച അഗളിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് അംഗം ഷിബു സിറിയാക്കിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടതിന് പിന്നാലെ LDF മഞ്ജുവിന്റെ പേരും നിർദ്ദേശിക്കുകയായിരുന്നു. ഇത്തരമൊരു നീക്കം UDF പ്രതീക്ഷിച്ചിരുന്നില്ല. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 10 പേരുടെ പിന്തുണയോടെ മഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ടു. മഞ്ജുവിന്റെ കൂറുമാറ്റത്തിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ മഞ്ജുവിനെതിരെ പ്രതിഷേധിച്ചു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മഞ്ജു LDF-നൊപ്പം ചേർന്ന് മുസ്ലിം ലീഗിലെ സജ്ന നവാസിനെതിരെ വോട്ട് ചെയ്തു. ഇതോടെ CPM-ലെ ഗീത ശശിധരൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മഞ്ജു വിപ്പ് ലംഘിച്ചെന്നാരോപിച്ച് UDF പ്രവർത്തകർ പഞ്ചായത്ത് പരിസരത്ത് പ്രതിഷേധിച്ചു. എന്നാൽ തനിക്ക് ഒരു നിർദ്ദേശവും ലഭിച്ചിരുന്നില്ലെന്നും വികസനം മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നും മഞ്ജു പറഞ്ഞു. അഗളി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാൻ പ്രസിഡന്റായിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ഞാൻ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എനിക്ക് മറ്റൊരു നിർദ്ദേശങ്ങളും കിട്ടിയിട്ടില്ല. ഞാൻ LDF-ൻ്റെ എൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ഞാനതിൽ മത്സരിച്ചു. എന്നാൽ മഞ്ജു ഉൾപ്പെടെ എല്ലാ കോൺഗ്രസ് അംഗങ്ങൾക്കും വിപ്പ് നൽകിയിരുന്നുവെന്നും മഞ്ജുവിന്റെ കൂറുമാറ്റത്തിനെതിരെ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹനീഫ പറഞ്ഞു. ഇതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് വിപ്പ് അവർക്ക് ഇലക്ഷന് മുന്നായിട്ട് എല്ലാവർക്കും വിപ്പ് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. CPM-ന്റെ അഴിമതിക്കെതിരെ കൂട്ടുനിന്നുകൊണ്ടാണ് അവർക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. വിപ്പ് ഞങ്ങൾ എല്ലാവർക്കും വിപ്പ് കൊടുത്താണ് വിപ്പ് ഒപ്പിട്ട് വാങ്ങിയതാണ്. ഇങ്ങനെ ഒരു അട്ടിമറി പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലില്ല. അവർ രാവിലെ ഞങ്ങളത്ത് വന്ന് ഓഫീസിൽ വന്ന് എല്ലാം വന്ന് അവിടെ നിന്നാണ് നേരെ എല്ലാവരും കൂടി ഞങ്ങളാണ് ഒരുമിച്ച് ഇവിടെ വന്ന് ഉള്ളിൽ കയറിപ്പോയത്. ഇതുവരെ ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഒരിക്കലും അത് ഞങ്ങൾ കരുതിയിട്ടില്ല. എപ്പോഴാണ് വിപ്പ് കൊടുത്തത്? വിപ്പ് കൊടുത്തിട്ട് ഇന്നലെ വിപ്പ് കൊടുത്തു. അവർക്ക് ഇന്നലെ വിപ്പ് കൊടുത്ത് അത് ഒപ്പിട്ട് വാങ്ങി അവർ 100% നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ കടുത്ത നടപടിയായിട്ട് പാർട്ടി മുന്നോട്ട് പോകും. കൂറുമാറ്റ നിയമപ്രകാരമുള്ള നടപടിയായിട്ട് മുന്നോട്ട് കർശനമായിട്ട് ഇന്നു മുതൽ അതിന്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. കർശനമായിട്ട് മുന്നോട്ട് പോകും. ഈ CPM-ന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം കോൺഗ്രസ് തുടരും. ഇവരുടെ അഴിമതികൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇത് ബാധിക്കില്ലേ? അത് ഞങ്ങൾ നോക്കും. ഞങ്ങൾ എന്തായാലും മത്സരിക്കുന്നുണ്ട്. ഞങ്ങളത് നോക്കും. എന്തായാലും മത്സരിക്കും. പാർട്ടി കറക്റ്റായിട്ട് തന്നെ മത്സരിച്ച് മുന്നോട്ട് പോകും. 30% മത്സരിച്ച് ഞങ്ങൾ മുന്നോട്ട്. കുലുക്കല്ലൂർ വണ്ടന്തറയിൽ നിന്നും 20 കിലോയിലധികം കഞ്ചാവുമായി 2 പേരെ പോലീസ് പിടികൂടി. കൊപ്പം മണ്ണേങ്കോട് പ്രഭാപുരം പടിഞ്ഞാറേതിൽ അബ്ദുൾ റഹീം, മണ്ണേങ്കോട് പാലക്കാട് തൊടി ഹസൻ എന്നിവരെയാണ് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഹസൻ താമസിക്കുന്ന ഷെഡിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രദേശത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് കഞ്ചാവ്. കൊപ്പം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. കേസിലെ പ്രതിയായ ചുണ്ടമ്പറ്റ കല്ലടി മൊയ്തീനു വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് തുടങ്ങി. ഒറ്റപ്പാലത്ത് മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവും പിഴയും. ജാർഖണ്ഡ് സ്വദേശി അരവിന്ദ് കോർക്കേട്ടിനാണ് 3rd അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഒറ്റപ്പാലത്ത് 2.6 കിലോഗ്രാം കഞ്ചാവുമായി പിടിയിലായ കേസിലാണ് പ്രതിയായ ജാർഖണ്ഡ് സ്വദേശിക്ക് 6 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചത്. ജാർഖണ്ഡ് സ്വദേശി അരവിന്ദ് കോർക്കേട്ടിനെതിരെയാണ് 3rd അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VB സുജയമ്മ ശിക്ഷ വിധിച്ചത്. 2023 ജൂലൈ 4 വൈകിട്ട് 3:30 ഒറ്റപ്പാലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് മുൻവശത്ത് കടമുറിക്ക് സമീപം വെച്ച് അന്നത്തെ SI KJ പ്രവീണാണ് പ്രതിയെ പിടികൂടിയത്.
തുടർന്ന് അന്നത്തെ SHO M സുജിത്താണ് കേസിന്റെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി S സിദ്ധാർത്ഥൻ ഹാജരായി. ഗ്രേഡ് SCPO സുഭാഷ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. മുസ്ലിം ലീഗിനെതിരെ വിവാദ പ്രസംഗവുമായി CPM ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോ. തെങ്കര പഞ്ചായത്തിൽ 3ാം തവണയും ഇടതുപക്ഷം ഭരണം നേടിയതിന്റെ ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർഷോ. തെങ്കര ടൗണിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് വളരെ വിനയത്തോടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ പാർട്ടി അറിയുന്ന ചില അഭ്യാസവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആ അഭ്യാസം പാതിയല്ല മുഴുവനും അറിയുന്ന ആളുകളാണ് ഈ തെങ്കരയിലും മണ്ണാർക്കാടുമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എന്ന നല്ല ബോധ്യം മുസ്ലിം ലീഗ് ഉണ്ടായിക്കൊള്ളണം. നിങ്ങൾ ഈ പാതി അറിയുന്ന അഭ്യാസമായിട്ട് നട്ടപ്പാതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ മുഴുവൻ അറിയുന്ന അഭ്യാസം തിരിച്ചങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ആ പണിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ആവർത്തിച്ച് ഒരു മനുഷ്യന്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒരു രാഷ്ട്രീയ മുന്നണിക്ക് സാധ്യമാകുന്നതിന്റെ പരമാവധി, നമ്മൾ ഈ നെല്ലിപ്പടി പറയല്ലോ, ഈ ക്ഷമയുടെ നെല്ലിപ്പടിയിലും വന്നു നിൽക്കുന്ന ഘട്ടത്തിലും ഈ അഭ്യാസ പ്രകടനവുമായി ലീഗ് ഇറങ്ങിയാൽ അതേ നാണയത്തിൽ തിരിച്ച് ഇടതുപക്ഷത്തിനും മറുപടി പറയേണ്ടതായി വരും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം നിങ്ങളുടെ അണികളെ ഈ തെറ്റായ പ്രവണതയിൽ നിന്നും തിരുത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ പേനായ ഭീതി. ആളുകൾക്ക് നേരെ അക്രമം ഉണ്ടായതായി നാട്ടുകാർ. ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ധാരാളം തെരുവുനായ്ക്കളുണ്ട്. ഇവയിൽ പേ പിടിച്ചവയും ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ നായയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു. ആക്രമിച്ച നായയ്ക്ക് പേ ഉള്ളതായി പൊതുപ്രവർത്തകൻ N രാമകൃഷ്ണൻ പറഞ്ഞു. കൂത്തുപറമ്പ് പ്രദേശത്ത് പട്ടിശല്യം വല്ലാത്തൊരു രൂപത്തിൽ രൂക്ഷമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില ആളുകളെ കടിക്കുകയും ആ പട്ടി പിഴനായയാണെന്നുള്ള വിവരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്ത് ഇനിയിപ്പോൾ ആരൊക്കെ കടിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയില്ല. ഏതായാലും ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം എന്നാണ് ഇതുമായി സൂചിപ്പിക്കാനുള്ളത്. അധികാരികൾ വേണ്ട സമയങ്ങളിൽ കൃത്യമായി ഇടപെടാനുള്ള ഒരു ജാഗ്രത കൂടി ഇതിൽ കാണിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതരെ വിഷയം അറിയിച്ചിട്ടുണ്ട്. വേണ്ട ഗൗരവത്തിൽ നടപടികൾ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വളർത്തുമൃഗങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നതും ആളുകളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ആരൊക്കെ കടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ളത് അറിയില്ല. കടിച്ചറിഞ്ഞുന്ന ആളുകൾ കൃത്യമായി അതിൻ്റെ വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രദേശത്ത് ആരൊക്കെയാണ് അതിൻ്റെ പ്രയാസം ഉണ്ടായിട്ടുള്ളത് അറിയാൻ കഴിയില്ല. ഏതായാലും ഈ രൂക്ഷമായ തെരുവുനായ ശല്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ജാഗ്രത കാണിക്കണം എന്നുകൂടി മൃഗങ്ങൾ അറിയില്ല, കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. ഇതിനൊക്കെ കടിച്ചെന്ന് അറിയാൻ കഴിയും. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേ തിരിച്ചറിയാൻ കഴിയുള്ളൂ ഏതൊക്കെ ആരൊക്കെയാണ് കടിച്ചിട്ടുള്ളതെന്ന്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ മൃഗഡോക്ടറുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. അലനല്ലൂർ എസ്റ്റേറ്റ് പടിയിലെ ഗോഡൌണിൽ നിന്നും ലോറി മോഷ്ടിച്ച സംഭവത്തിൽ ഉത്തർപ്രദേശ് പിഹാനി സ്വദേശി കുൽദീപിനെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂണിറ്റിലെ തൊഴിലാളിയായ കുൽദീപ് വാഹനത്തിന്റെ താക്കോൽ കൈവശപ്പെടുത്തിയതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടൂർ ചെറുകോട് താടിവളവ് ഭാഗത്തു നിന്നും പിടികൂടിയത്. നാട്ടുകൽ ഇൻസ്പെക്ടർ ഹബീബുള്ള, സബ് ഇൻസ്പെക്ടറായ ഹരിഹരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു, സുരേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആനമങ്ങാട് എടത്തറ പൊതുജന വായനശാലയുടെ 2ാമത് പ്രഭാ പുരസ്കാരം സിനിമാ സംവിധായകൻ ലാൽ ജോസിന് സമ്മാനിച്ചു. പ്രഭാഷകനും മുൻ MLAയുമായ അഡ്വക്കേറ്റ് KN ഖാദറാണ് പുരസ്കാരം സമർപ്പിച്ചത്. നാടിനെ സാംസ്കാരികമായി അടയാളപ്പെടുത്തിയതിന് വായനശാലകളുടെ പങ്ക് വലുതാണെന്ന് KN ഖാദർ പറഞ്ഞു. സമ്മാനത്തുകയോടുകൂടിയ പുരസ്കാരം അപൂർവമായാണ് ലഭിച്ചതെന്ന് ലാൽ ജോസ് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പുരസ്കാരമാണിത്. ഞാൻ സാധാരണ എന്നോടൊപ്പമുള്ള സിനിമാ രംഗത്തുള്ള ഒരുപാട് സഹപ്രവർത്തകരുടെ നാടുകളിൽ അവർക്ക് അവരുടെ നാട് നൽകുന്ന സ്വീകരണങ്ങളിൽ
അതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവരിൽ പലർക്കുമുള്ള പുരസ്കാരം ഞാൻ ഇതുപോലെ കൈമാറിയിട്ടുണ്ട്. ഞാനിവിടെ ഇന്ന് പ്രധാനമായും വന്നത് ശ്രീ ലാൽ ജോസിനെ ബഹുമാനിക്കുവാൻ കിട്ടുന്ന ഒരു സുവർണാവസരം എന്ന നിലയിലാണ്. അദ്ദേഹം നമ്മളെയൊക്കെ നേരിട്ട് അറിഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ അറിയുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജനകീയ സംവിധായകന്മാരിൽ ഒരാളാണ്. ക്യാപ്റ്റൻ കുഞ്ചൻ IAS എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രകാശനവേദിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രഭ ആനമങ്ങാടിന്റെ സ്മരണയ്ക്കായി പ്രഭ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയതാണ് പ്രഭ പുരസ്കാരം. പ്രഭ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസിന് മുൻ MLA KN ഖാദർ സമ്മാനിച്ചു. 10,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംവിധായകൻ, നിർമ്മാതാവ്, നടൻ തുടങ്ങി സിനിമയുടെ പ്രധാന തലങ്ങളിൽ 35 വർഷത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് ലാൽ ജോസിനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. സിനിമകളിൽ സമൂഹത്തിലെ നന്മതിന്മകൾ ചർച്ച ചെയ്യപ്പെടുന്നു. സിനിമകളോട് മനുഷ്യർക്കുള്ള സമീപനങ്ങൾ വ്യത്യസ്തമാണ്. മനുഷ്യരിൽ ദൈവികമായി നിക്ഷിപ്തമായതാണ് കലാപരമായ കഴിവുകളെന്നും KN ഖാദർ അഭിപ്രായപ്പെട്ടു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മതിന്മകളും സിനിമയിലൂടെ പ്രതിബിംബിക്കും. പക്ഷേ ഈ നന്മതിന്മകൾ സമൂഹത്തിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്നതാണോ അതോ സിനിമ കൊണ്ട് സമൂഹത്തിലേക്ക് വരുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് രണ്ടുമാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. നല്ല മനോഹരമായ സിനിമകൾ ധാരാളം ഞാനും കണ്ടിട്ടുണ്ട്, ലാൽ ജോസിൻ്റെ അല്ലാത്തതും. പരിവർത്തനത്തിലേക്കും സാംസ്കാരികമായ ഉന്നതിയിലേക്കും നയിക്കുന്നതിൽ വായനശാലകൾക്ക് പങ്കുണ്ട്. വായന മരിച്ചു എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. എഴുത്തിന്റെ ലോകത്തേക്ക് പുതിയ പ്രതിഭകൾ കടന്നുവരുന്നുവെന്നും KN ഖാദർ പറഞ്ഞു. പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഒന്നാണ് ഗ്രന്ഥശാലകളും വായനശാലകളും. നിങ്ങൾക്കറിയാം, അങ്ങനെ പുസ്തക വായനയിലൂടെ അല്ലെങ്കിൽ ഗ്രന്ഥാലയങ്ങളിലൂടെ ഈ പ്രദേശത്തെയും സമ്പന്നമാക്കുന്ന വലിയൊരു സ്ഥാപനമാണ് ഈ ചെറിയ വായനശാല, ഈ ഇടത്തറയിലെ ഗ്രന്ഥാലയം എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെയുള്ള മനുഷ്യരെ മുഴുവൻ സാംസ്കാരികമായ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് ഈ കൊച്ചു വായനശാലയ്ക്ക് പോലും കഴിയും. പല പുസ്തകങ്ങളുമുണ്ട് വായിക്കാൻ. വായന മരിച്ചുപോയി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ധാരാളം ആളുകൾ വായിക്കുന്നുണ്ട്. എത്ര പുതിയ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്, എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് എഴുതുന്നത്. അത്ഭുതം തോന്നിപ്പോകും. ഇവിടെയും വിദേശത്തും പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വരുന്നുണ്ട്. നോവലുകളുണ്ട്, ചെറുകഥകളുണ്ട്, കവിതകളുണ്ട്. ഒരുപാട് സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും അതുപോലെ ഒരുപാട് വായനക്കാരുണ്ട്. വായനശാല തന്റെ ജീവിതത്തിൽ വഹിച്ച പങ്ക് വലുതാണ്. വായനയാണ് തന്നെ സിനിമാ ലോകത്തേക്ക് എത്തിച്ചതെന്നും ലാൽ ജോസ് പറഞ്ഞു. അതിൻ്റെ കാരണം വായനശാല എൻ്റെ ജീവിതത്തിൽ വഹിച്ചിട്ടുള്ളൊരു പങ്കാണ്. വായനശാലകളുടെ എല്ലാ പരിപാടികൾക്കും ഞാൻ വിളിച്ചാൽ പോകാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എൻ്റെ ബാല്യം എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും എൻ്റെ അമ്മയും അച്ഛനും ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള 2 അധ്യാപകരായിരുന്നതുകൊണ്ടും അവരുടെ ഒറ്റപ്പാലത്ത് എനിക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കളിക്കാൻ പോകാൻ പറ്റില്ല, ഗ്രൗണ്ടിൽ കളിക്കാൻ വിടില്ല, പുറത്തിറങ്ങി മറ്റു ആൾക്കാരുടെ കൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിട്ടുള്ളൊരു ബാല്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആശ്രയം ഒറ്റപ്പാലത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ അടുത്തുള്ള മുനിസിപ്പൽ ലൈബ്രറിയാണ്. ഞാൻ ഈ മുറികളിൽ വീട്ടിൽ അടച്ചു പൂട്ടി ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ലോകം ഞാൻ എനിക്ക് ചുറ്റും സൃഷ്ടിച്ചത് ഈ പുസ്തകങ്ങളിലൂടെ വായിച്ച കഥാപാത്രങ്ങളിലൂടെയും ഒക്കെയാണ്. അപ്പോൾ അപ്പനും അമ്മയൊക്കെ കുറച്ച് പേടിച്ചിരുന്നു. ഈ സ്വപ്നജീവിയായിട്ടുള്ള ഈ ചങ്ങാതി ജീവിതത്തിൽ എവിടേക്കാണ് പോകുക, പഠിക്കാനും വലിയ മെടുക്കൊന്നുമില്ല. അപ്പോൾ തന്നെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് കോളേജിൽ ചേർത്ത് ഞാൻ മനോഹരമായിട്ട് പരാജയപ്പെട്ടു. അത് ആദ്യത്തെ മാസം തന്നെ എനിക്ക് മനസ്സിലായി ഇത് നടപടിയാവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സുമാണ് എൻ്റെ സബ്ജക്ട്സ്. അപ്പോൾ ഞാൻ ആ കാലം ശരിക്ക് കോളേജ് ലൈഫ് എൻജോയ് ചെയ്തു. അന്ന് ആ കോളേജ് ലൈഫ് ആ കാലത്ത് എൻജോയ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയത്. എടത്തറ വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് വീട്ടിൽ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സംഘം ജില്ലാ സമിതി അംഗം വേണു പാലൂർ, രാമദാസ് മുണ്ടൻകൊടി, ഡോക്ടർ S രാമദാസ്, വായനശാല സെക്രട്ടറി KM ഗഫൂർ,
പ്രഭ അനുസ്മരണ സമിതി ചെയർമാൻ സന്തോഷ് പാറൽ, പ്രതീഷ് ഇ ജൂനിയർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എടത്തറ പൊതുജന വായനശാലയുടെ 50-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ദേശോത്സവത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. സമാപന സമ്മേളനം നജീബ് കാന്തപുരം MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിച്ച 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. നജീബ് കാന്തപുരം MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന മത്സരത്തിൽ AYC ഉച്ചാരക്കടവ് 2 ഗോളുകൾക്ക് ബേസ് പെരുമ്പാവൂരിനെ പരാജയം.
ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വാടിക സ്മിതം വിനോദഗ്രാമം ഫെസ്റ്റ് 2K25 ആരംഭിച്ചു. കോങ്ങാട് MLA കെ ശാന്തകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ഫാം ടൂറിസം പദ്ധതി പ്രകാരം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന FSIT സ്വകാര്യ കമ്പനിയാണ് ഇത്തവണ വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ചടങ്ങ് കോങ്ങാട് MLA കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. വശ്യഭംഗി ആസ്വദിക്കാനെത്തുന്ന ഏവർക്കും അവരുടെ സായം സന്ധ്യകൾ മനോഹരമാക്കുന്നതിനും ആഘോഷിക്കുന്നതിനും വ്യത്യസ്തമാർന്നിട്ടുള്ള പരിപാടികളുമായി കഴിഞ്ഞ 4 വർഷമായി വാടിക സ്മിതം എന്ന പരിപാടി നടത്തിവരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പും നമ്മുടെ കാഞ്ഞിരപ്പുഴ ഉദ്യാനമായിട്ടുള്ള KPIPയും സംയുക്തമായി നടത്തിവരുന്ന ഒരു പരിപാടിയായിട്ടാണ് 2021 നമ്മുടെ ഉദ്യാനത്തിന്റെ പരിപാലന കമ്മിറ്റി MLA ചെയർമാനും KPIPയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായിട്ടുള്ള കമ്മിറ്റി നിയമാനുസരണം സർക്കാർ ഉത്തരവിലൂടെ ഇതിന്റെ പരിപാലനം ഏറ്റെടുത്തതിന് ശേഷം ഇത്തരത്തിൽ ഓണം, ക്രിസ്തുമസ്, ന്യൂ ഇയർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നമ്മുടെ ഉദ്യാനത്തിൽ വെച്ച് നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ ആ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് ശേഷം മുടങ്ങാതെ എല്ലാ വർഷവും വാടിക സ്മിതം എന്ന പേരിലാണ് ഈ സാംസ്കാരിക പരിപാടി, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. പാലക്കാടൻ ചാമിച്ചൻ മുഖ്യാതിഥിയായി. ഈ ഒരു പരിപാടി എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട MLA വിളിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എന്തായാലും ഞാൻ പങ്കെടുക്കാമെന്ന് നോക്കും. അപ്പം ചാമിച്ചൻ എന്നുള്ള എൻ്റെ കഥാപാത്രത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ഞാൻ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ലൈവായതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയാൽ ക്ഷമിക്കണം എന്ന് പറയാണ്. ചാമിച്ചൻ പാട്ട് പറച്ചലുമായിട്ടാണ് വേദിയിലെത്താറുള്ളത്. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് 2 വരി എൻ്റെ കഥാപാത്രത്തിൻ്റെ സ്റ്റൈലിൽ എഴുതിയിട്ടുണ്ട്. അത് പാടിക്കൊണ്ട് 2 വാക്ക് പാടാം. ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷം തുടക്കം, ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന് തുടക്കം, കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇനിയുള്ള നാൾഘോഷവും, ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന് തുടക്കം, കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇനിയുള്ള നാൾഘോഷം. ഡിസംബർ 26 തുടക്കമാണ് പൊന്നേ, ഡിസംബർ 26 തുടക്കമാണ് പൊന്നേ, പുതുവട്ട പിറവി കൊള്ളും നേരം വരെയും പിന്നെ. ഡിസംബർ 26 തുടക്കമാണ് പൊന്നേ, പുതുവട്ട പിറവി കൊള്ളും നേരം വരെയും പിന്നെ. ബീന ജോയ്, ഷാബിറ ടീച്ചർ, ജോയ് ജോസഫ്, ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയരായ പെരിന്തൽമണ്ണയിലെ എക്സ്ബെറ്റ് ടെറ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, ERP ആൻഡ് യൂസർ പ്രോഗ്രാംസ് എന്നീ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 72 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പുതിയ കോഴ്സുകളുടെ ലോഞ്ചിങ്ങും നടന്നു. അക്കൗണ്ട്സ്, ടാക്സേഷൻ, ERP, എൻഡ് യൂസർ പ്രോഗ്രാംസ് തുടങ്ങിയ കോഴ്സുകളും IT റിലേറ്റഡ് കോഴ്സുകളും മാനേജ്മെന്റ് കോഴ്സുകളും എക്സ്ബെറ്റ് ടെറ സൊല്യൂഷനിലൂടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വരുന്നു. സ്ഥാപനത്തിൽ നിന്നും ഈ വർഷം 72 വിദ്യാർത്ഥികൾ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കി. ഇവരെ അനുമോദിക്കുന്നതിനായി കോൺവക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഹൈട്ടൺ ഹോട്ടലിൽ വർണ്ണാഭമായ ചടങ്ങിൽ എക്സോറ എന്ന പേരിലാണ് പ്രോഗ്രാം നടന്നത്.
ഫാക്കൽറ്റി ആയിട്ട് ഞങ്ങളുടെ രതീഷ് സാറായിരുന്നു. സാർ അടിപൊളിയായിട്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. 6 മാസം പെട്ടെന്ന് തീർന്നു. ഇനിയൊരു ജോലി നോക്കണം. ഭയങ്കര സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നിൽക്കുകയാണ്. എഴുതിയ പോലെ തന്നെ കിട്ടി കോഴ്സ്. പിന്നെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയോണ്ട് കാര്യം. ചെയ്തിരുന്നത് ടാലി കോഴ്സായിരുന്നു. ഇവരെ സപ്പോർട്ട് ഉഷാറന്നെയാണ്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഇവരെ പ്രിൻസിപ്പാള് രതീഷ് സാറായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലാസ് തന്നെയായിരുന്നു. ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ആവശ്യമുള്ള മാതിരി ഒരു ക്ലാസ് എടുത്തരും. ഇപ്പം നമ്മൾ ഒരു ദിവസം ലീവാണ് എഴുതിയിട്ട് പിറ്റേ ദിവസം നമുക്ക് ബാക്കിയുള്ള സെക്ഷന് കുട്ടികളെ എടുത്താലും നമുക്ക് പിന്നെ നമ്മൾക്ക് ഒറ്റക്കായിട്ട് ഇൻഡിവിജ്വലായിട്ട് എടുത്തരും. എല്ലാം സെറ്റാണ് വെച്ചിട്ടുണ്ട്. നിലവിലെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഉപകോഴ്സുകളുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. ഇൻഫൈനിറ്റ് മാസ്റ്ററി, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ടാക്സേഷൻ, AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്നീ 4 കോഴ്സുകളാണ് പുതുതായി ആരംഭിച്ചത്. JSS മലപ്പുറം ഡയറക്ടർ ഉമ്മർ കോയ, IDRI ഷിങ് ഹെൽത്ത് റിസർച്ചിന്റെ ഹെഡ് ഓഫ് അഡ്മിനായ സിമി ഐസക്, ടാലി സൊല്യൂഷൻസ് റീജിയണൽ മാനേജർ ജിജികുമാർ, സിൻഡ്രബെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനേഴ്സ് ഫൗണ്ടറും ഡയറക്ടറുമായ ഡോക്ടർ അനിൽ മേനോൻ, ടാലി സൊല്യൂഷൻ അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ ബിനോജ് അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ സെന്റർ ഡയറക്ടർമാരായ പ്രവീൺ, ജംഷീർ, മനോജ്, പ്രിൻസിപ്പൽ രതീഷ്, HOD രേണുക, പ്രോഗ്രാം ഡയറക്ടർമാരായ സിസിലി, നൌഷാദ്, സുദർശൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. എജിടെക് കമ്പനിയുടെ ഭാഗമായ എക്സ്ബൈറ്റ് ടെറ സൊല്യൂഷനിലൂടെ ഏറ്റവും ജോലി സാധ്യതയുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് പഠിപ്പിച്ചു വരുന്നത്. Most of the students ഇവിടെ ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്. And what we have realized is the university curriculum is not very industry friendly, although with the new pedagogy and the new curriculum which has been set up by the universities, they inculcate practical training. പക്ഷേ നമ്മുടെ ഇവിടെ ഫാക്കൽറ്റീസ് കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയിൽ വളരെ 18 years 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇവിടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്. അവർ കോർപ്പറേറ്റ് കരിയേഴ്സും നടത്തുന്നുണ്ട്, പ്ലസ് ഇവിടുത്തെ ട്രെയിനേഴ്സും കൂടെ ആണ്. സോ വി ആർ ഏബിൾ ടു ഗിവ് ദം പ്രാക്ടിക്കൽ ട്രെയിനിങ്, ക്യാപ്സ്റ്റോൺ പ്രോജക്ട്സ്, ലൈവ് സിമുലേഷൻസ് with subjects like taxation. And I'm personally the program director for the executive management assistant and the chief of staff courses. So I've also come with an extensive background in the industry. അപ്പോൾ അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത, ദാറ്റ് വെറും ഫാക്കൽറ്റീസ് വിത്ത് ഡിഗ്രീസ് അല്ല, ഓൾറെഡി ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ്. പുതിയതായിട്ട് നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിൽ ഞങ്ങളുടെ അറിവിൽ ഫസ്റ്റ് ടൈമാണ്. എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് പിന്നെ സാധാരണഗതിയിൽ MBA കാൻഡിഡേറ്റ്സിനെ നേരിട്ടിട്ട് എടുത്തിട്ട് പിന്നീട് ട്രെയിൻ ചെയ്യുകയാണ്. നമ്മൾ ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ടുള്ള കുട്ടികളെ എടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്ത് ആ ഒരു പോസ്റ്റിലേക്ക് പിന്നെ ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലേഡീസിനുള്ള, അതായത് ഗേൾസിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിലേക്ക്. ഓക്കെ, മാനേജ്മെൻറ്റ് കോഴ്സിൽ നമ്മൾ ആ ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മാനേജ്മെൻറ്റിൽ സാധാരണ പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് കോഴ്സുകളും പിന്നെ ബിസിനസ് ഇൻ്റലിജൻസ് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സും പവർ BI യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകം കോഴ്സുകൾ പൂർത്തിയാക്കിയ നിരവധി ഉദ്യോഗാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നു. ഗ്രാജുവേഷൻ സെറിമണിയോടനുബന്ധിച്ച് DJ രോഹുവിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമും അരങ്ങേറി. രാജീവ് ഗാന്ധി ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണം സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. നിരൂപകനും കവിയുമായ TV ബൈജു അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ PM ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ PK ഹരിദാസൻ, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP രാജശ്രീ, സുനിത രാജൻ, നീതു സുഭാഷ്, K ബാലഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് K രാജഗോപാലൻ മുളയങ്കാവ് MTയുടെ നോവലുകളുടെ ദൃശ്യാവിഷ്കാരം നടത്തി.
താഴെക്കോട് അരക്കുപറമ്പ് മംഗലശ്ശേരിക്കാവ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി എടമന ഈശ്വരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ശങ്കർ ഭവനം വെങ്കട്ടരാമൻ അയ്യരുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നത്. ഈ മാസം 25, 26 ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചത്. 25-ാം തീയതി വ്യാഴാഴ്ച നട തുറന്ന ശേഷം ദീപാരാധന, ശുദ്ധിക്രിയകൾ, നൃത്യങ്ങൾ, പ്രസാദഊട്ട് എന്നിവ നടന്നു. 26-ാം തീയതി വെള്ളിയാഴ്ച ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, പാൽക്കുട ഘോഷയാത്ര, ക്ഷീരാഭിഷേകം എന്നീ ചടങ്ങുകൾ നടന്നു. വൈകുന്നേരം 3:30 അലനല്ലൂർ വിജേഷ് ആശാൻ നയിച്ച പാണ്ടിമേളം, കാവടി ചിന്ത എന്നിവയുടെ അകമ്പടിയോടെ കരിങ്കാളി ക്ഷേത്ര പരിസരത്തു നിന്നും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തു നടന്നു. വൈകുന്നേരം 6:30 ദീപാരാധന, തുടർന്ന് അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം നട അടച്ചതോടെ ചടങ്ങുകൾക്ക് സമാപനമായി. വിധി നിർണയ സംഘം കൂട്ടായ്മ കുടുംബ സംഗമം നടത്തി. കഥകളി അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തിയ KS സതീഷ് കുമാർ, P ജയശ്രീ, KA രതി, ജില്ലാ പഞ്ചായത്ത് അംഗം ബീന ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യകാരൻ അരിയൂർ രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ സുധീർ പാലോട് അധ്യക്ഷത വഹിച്ചു. PV ശ്രീകുമാർ, C സന്തോഷ് കുമാർ, ഹരി വി മേനോൻ, നാസിം തയ്യിൽ, റാണി സെൽവിൻ, മാളവിക ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അഗളി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ കാലുമാറ്റം. അംഗം മഞ്ജു ഒപ്പിട്ട വിപ്പ് പുറത്തുവിട്ട് കോൺഗ്രസ്. തനിക്ക് വിപ്പ് നൽകിയില്ലെന്നും തന്നോട് നേതാക്കൾ ഇക്കാര്യം പറഞ്ഞിട്ടില്ലെന്നും CPM-ലേക്ക് കൂറുമാറിയ മഞ്ജു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഗ്രാമങ്ങളിൽ പേനായ ഭീഷണി. ആളുകളെ ആക്രമിക്കുന്നതായി നാട്ടുകാർ. അധികൃതരുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. ആനമങ്ങാട് എടത്തറ പൊതുജന വായനശാലയുടെ 2ാമത് പ്രഭാ പുരസ്കാരം സിനിമാ സംവിധായകൻ ലാൽ ജോസിന്. ഒറ്റപ്പാലത്ത് മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവും പിഴയും. ജാർഖണ്ഡ് സ്വദേശി അരവിന്ദ് കോർക്കേട്ടിനാണ് ശിക്ഷ വിധിച്ചത്. കുലുക്കല്ലൂർ ബണ്ടന്തറയിൽ വൻ കഞ്ചാവ് വേട്ട. മണ്ണേങ്കോട് സ്വദേശികളായ 2 യുവാക്കൾ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 20 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.